ഹായ്, നമ്മളിന്നിവിടെ ഒരു ഡ്രൈ ഫിഷ് വെച്ചുകൊണ്ടുള്ള ഒരു മീൻ പീരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു, ഒത്തിരി വേണ്ട. ഈ ഡ്രൈ ഫിഷ് ഇങ്ങനെ പീരയൊക്കെ വെക്കുന്നതിന് ഒരുപാട് വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ല. 1 സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. അതൊന്ന് ചൂടാകുമ്പോൾ കടുകിടുന്നു, എല്ലാം കുറേശ്ശെ മതി. ഇവിടെ പീര, അതായത് തേങ്ങയും മഞ്ഞളും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾ പൊടിയും തേങ്ങയും മാത്രം ചതച്ച് വെച്ചത് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി കഴിയുമ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു കുഞ്ഞ് പീസ്, ചെറിയ പീസ് ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി. ഒത്തിരി ഒന്നും വേണ്ട, പച്ചമീൻ നമ്മൾ ചേർക്കുന്നത് പോലെ ഒന്നും വേണ്ട, കുറച്ച് മതി. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഡ്രൈ ഫിഷ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ലഭിക്കുന്ന കരിഞ്ചേള എന്ന് പറയുന്ന മത്തിയുണ്ടല്ലോ, അതാണ്. അതിൽ ഒരു 5-6 എണ്ണം അത്രയുമേ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. മീൻ പീര വയ്ക്കുമ്പോൾ നമുക്ക് മീൻ കുറച്ച് മതി, പീര കൂടുതൽ, അങ്ങനെയാണ്. അതിനോടൊപ്പം പ്രത്യേകിച്ച് ചേർക്കുന്നത് ചേമ്പിൻ്റെ വിത്താണ്. അതായത് ഈ വെട്ടുചേമ്പെന്നും ചീമച്ചേമ്പെന്നും ഒക്കെ പറയത്തില്ലേ, ആ ചേമ്പ്. കുഞ്ഞു ചേമ്പല്ല, വലിയ ചേമ്പിൻ്റെ ഒരു വിത്ത്, അത് മാത്രം മതിയാവും. അതും കൂടെ ചേർത്താണ് തോരൻ വയ്ക്കുന്നത്, പീര വയ്ക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇത് മൂത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തേങ്ങാപ്പീര അങ്ങോട്ടിട്ട് കൊടുക്കുന്നു. പീരയും മഞ്ഞൾ പൊടി ചതച്ച് വെച്ചതാണ്, അതങ്ങോട്ടിട്ട് കൊടുക്കുന്നു. അതിങ്ങനെയൊന്ന് ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറത്തക്കതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, ഫ്രൈ ആവാൻ നിൽക്കേണ്ട. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാന്താരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പച്ചമുളക് അരിഞ്ഞിട്ടാലും മതി. ഞാനിവിടെ കാന്താരി എടുത്തുന്നേ ഉള്ളൂ, പച്ചമുളക് മാത്രം മതി. കുറച്ച് കാന്താരി ഇട്ടു. ആ കാന്താരി ഇങ്ങനെ അതിൻ്റെ ഞെട്ടോട് കൂടിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഞെട്ടോട് ഇട്ടതിന് വേറൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് കാന്താരി വേണ്ടെങ്കിൽ അവർക്ക് അതങ്ങ് എടുത്ത് കളയാൻ പറ്റും. അല്ലാതെ നമ്മളിട്ട് കഴിഞ്ഞാൽ അത് അതിനകത്തങ്ങ് അലിഞ്ഞ് ചേരത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ഞെട്ടോട് കൂടെ ഇടുമ്പോൾ അത് വേണ്ടാത്ത കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വേണമെങ്കിലും എടുത്ത് കളയാം, കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒന്നൊന്ന് മൂക്കട്ടെ. അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇടുന്നു. കറിവേപ്പില ഇടുന്നു. ഉണക്കമീനായതുകൊണ്ട് നമ്മൾ ഉപ്പിടുന്നത് ശ്രദ്ധിച്ച് വേണം. ഉപ്പ് ഇപ്പോൾ ഇടുന്നില്ല, തിളച്ച് ഒക്കെ കഴിഞ്ഞിട്ട് വേണോ എന്ന് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ചില മീൻ ഉപ്പ് കുറവായിരിക്കും, ചിലതിന് ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ തോരൻ വെച്ച് വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉപ്പായിരിക്കും, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെയൊന്ന് പീര ഇങ്ങനെയൊന്ന് മൂപ്പിച്ചിട്ട് ഒരിത്തിരി ഉലുവാപ്പൊടി, ശക്കലം ഉലുവാപ്പൊടി ഇടണം, ഇത്തിരി മതി. ഉലുവാപ്പൊടിയും കൂടി ഇട്ട് ഇങ്ങനെയൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ മീൻകറിക്കൊന്നും ഒഴിക്കുന്ന പോലെ ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. മീനും ആ ചേമ്പിൻ്റെ വിത്തും കൂടെ ഒന്ന് വേവാനുള്ള, ചേമ്പത്തൊക്കെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വേകും. എന്നാലും വെള്ളം കുറച്ച് മതിയാവും. ഇനി നമ്മളിതിലേക്കിടുന്നത് ഇതാണ് ചേമ്പിൻ്റെ വിത്തെന്ന് ഉദ്ദേശിച്ചത്. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, അതിലേക്കിടുന്നു. അതിട്ടിട്ട് ഒരിളക്കൊന്ന് ഇളക്കിയിട്ട്, ഇങ്ങനെ ഇളക്കിയിട്ട് ഇതാണ് ആ മീൻ, അതായത് ഈ ചെറിയ മത്തി ഉണ്ടല്ലോ, അതിങ്ങനെ കഴുകി വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മീൻപുളി, അതായത് കുടംപുളി എന്ന് പറയത്തില്ലേ, ആ പുളി കുറച്ച് മതി മീൻ പീരയ്ക്ക്. അത് പ്രത്യേകിച്ച് ഡ്രൈ ഫിഷിന് ഇത് രണ്ടും കൂടെ അങ്ങിടുന്നു. ഡ്രൈ ഫിഷിന് പുളി കുറച്ച് മതിയാവും. അത് തീരെ ചെറിയ പീസാക്കി വേണം പീരയിലേക്ക് ഇടാൻ. അപ്പോൾ എന്നിട്ട് നല്ല ഒരു ഇളക്കിയിട്ട് നമ്മളിത് മൂടി വയ്ക്കുന്നു. മൂടി വെച്ച് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം അല്ലെങ്കിൽ സിമ്മിൽ അങ്ങോട്ട് ഇട്ടിട്ട് ഈ ചേമ്പൊക്കെ ഒന്ന് വേവണം. ഇങ്ങനെ അമക്കി, വെള്ളം ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അമക്കി കൊടുത്തിട്ട് ഇങ്ങനെ അമക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയുമേ ഉള്ളൂ പണി. അടച്ചു കൊടുക്കും. ഓക്കെ.
നമ്മുടെ മീൻ പീര റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വെന്തു എല്ലാം കാണാമല്ലോ. ചേമ്പും വിത്ത് വെന്തോ എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കറിയാം എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന്. പിന്നെ ആ വെള്ളം അങ്ങ് വറ്റി കഴിഞ്ഞാൽ നമ്മുടെ പീര റെഡിയായി കഴിഞ്ഞു. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല, ഉലുവാപ്പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ ഒത്തിരി ഉപ്പും കൂടി ഇടേണ്ടി വന്നു. അതായത് ആ ചേമ്പിന് പിടിക്കാനുള്ള ഉപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ അത് മാത്രം ഒരു നുള്ളു ഉപ്പ് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. അതല്ലാതെ വേറൊന്നും ചേർത്തിട്ടില്ല. ഇനി വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്താണ് എടുത്തിരിക്കുന്നത്. ആ എണ്ണയിൽ കിടന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയുമേ ഉള്ളൂ, നമ്മുടെ മീൻ പീര റെഡി. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.